അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഇതൊരു 80+ വെബ് സീരീസ് അല്ലേ? അപ്പോൾ അതിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഒരു മെയിൽ ആയിട്ടുള്ള നിങ്ങൾക്ക് അതിന്റെ ഒരു എക്സ്പീരിയൻസ്? അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. ഇത് അങ്ങനെയുള്ള പിടിയും വലിയൊന്നല്ല. പിന്നെ ഒരു സുഖമുള്ള പിടിയും വലിയ. അവർക്ക് കഥകളോട് കൂടിയുള്ള അഡൽട്ട് സ്റ്റോറീസ് ആണ് കൂടുതൽ ഇഷ്ടം. കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നമ്മളൊരു നോർമൽ ഒരു പോൺ വീഡിയോ കാണുന്നത് പോലെയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലോ പോകുന്നത് പോലെയല്ല. എന്നെ സംശയിക്കരുത്. ശരിക്കും നമുക്കിത് അഭിനയിക്കുമ്പോ ശരിക്കും ഒരു റിയൽ ലൈഫിൽ നടക്കുന്ന സംഭവങ്ങളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് കൊച്ചമ്മ പറയാതെ എനിക്കറിയില്ലേ. പക്ഷെ ഇതിനെ വിമർശിക്കാനും ഒരുപാട് പേരുണ്ടാവും. അതിനെ കുറിച്ച് എന്താ പറയുന്നത്? പറഞ്ഞോളൂ, ധൈര്യത്തിൽ പറഞ്ഞോളൂ. പുല്ലാണെന്നല്ലേ? കിട്ടണം, എനിക്ക് തന്നെ കിട്ടണം. വിമർശിക്കുന്നവർ വിമർശിച്ചോളൂ, നോ ഇഷ്യൂ. കുഴപ്പമില്ല, അവര് പറഞ്ഞോട്ടെ. പറയും. വിമർശിക്കാനുള്ളവരുള്ളത് കൊണ്ടാണ് ഇന്ന് ഞങ്ങളൊക്കെ ഈ പൊസിഷനിൽ ഇരിക്കുന്നത്. ഈ തെണ്ടി എന്തിനാ അവിടെ കയറിയിരിക്കണേ? അതാ ഞാനും ആലോചിക്കുന്നത്. പിടിച്ചു മാറ്റവനെ. ഇപ്പം മാറ്റി തരാം. നിങ്ങൾ എത്രത്തോളം ഞങ്ങളെ വിമർശിക്കുന്നു, ഞങ്ങൾ അത്രത്തോളം ഉയരങ്ങളിൽ എത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അതിന് ഞാൻ നന്ദി പറയുന്നു നിങ്ങളോട്. മനുഷ്യനല്ലേ മനുഷ്യനെ മനുഷ്യനാക്കാൻ പറ്റൂ. ഇക്കാര്യത്തിൽ എന്നോടൊരു നന്ദി പറച്ചിന്റെ കടപ്പാണ്ടൊന്നും ഒരു ആവശ്യമില്ല. തീർച്ചയായിട്ടും ഇനി ഈ ഇന്റർവ്യൂ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എനിക്ക് ട്രോള് വരുന്നുള്ളതിന് ഞാൻ ഇപ്പോഴേ പ്രിപ്പയർ ആയിട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും എനിക്ക് ട്രോള് വരും. ഇത്ര കൃത്യമായിട്ട് എങ്ങനെ പറയാൻ കഴിഞ്ഞു? കള്ളന്റെ സൈക്കോളജി പഠിച്ചാലല്ലേ കേണൽ ഈ യൂണിഫോം ഇടാൻ പറ്റൂ. വളരെ അധികം സ്നേഹത്തോടെ ഞാൻ പറയാം, നിങ്ങൾ എന്നെ എത്രമാത്രം ട്രോളുന്നുവോ അത്രമാത്രം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. എന്റെ അറിവില്ലായ്മ കുറവുണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. ദിയ പറഞ്ഞതുപോലെ തന്നെ ദിയയുടെ വെബ് സീരീസ് ഇരുന്ന് ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടിട്ടാണ് അതിന്റെ താഴെ കമന്റ് ചെയ്യുന്നത്. അതൊക്കെ ഇതിപ്പോ ഇവിടെ പറയുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. ആ കാണാൻ അവർ ചെലവഴിക്കുന്ന സമയം കാണുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു എന്താ പറയാ ഒരു ദർശന സുഖം. ഇതെല്ലാം ആസ്വദിച്ച് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അവർക്ക് അതൊരു എന്റർടൈൻമെന്റ് ആണ്, അവരത് കണ്ട് ആസ്വദിക്കുന്നു. അതൊരു കലയാണ്, നമ്മൾ അത് ഉണ്ടാക്കണ കലാകാരനും. ആ കുറച്ചു നേരം അവർ അതിൽ അലിഞ്ഞു പോയി അവരുടെ എല്ലാം കഴിഞ്ഞിട്ടാണ് അവർ നമ്മളെ കുറ്റം പറയുന്നത്. സൊസൈറ്റി ഒരു മയർന്നാണ്. വെറും പഴയൊരു സിനിമയിൽ ജഗദീഷ് കുമാർ പറയുന്നു, അവൻ ഇട്ടപ്പോഴത്തേക്കും ബർമൂഡ, ഞാൻ ഇട്ടപ്പോ വള്ളി ട്രൗസർ എന്ന് പറയുന്നത് പോലെ പൈസക്കാരൻ നിക്കറിട്ടാൽ അത് ബർമൂഡയാകും, ഈ പാവപ്പെട്ടവൻ നിക്കറിട്ടാൽ അത് വള്ളി ട്രൗസർ. ഇപ്പൊ എന്റെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് കണ്ട, ചിലപ്പോ ഇന്നർവെയർ ആയിരിക്കാം, ചെറിയ ഷോർട്ട് ഡ്രസ്സുകളായിരിക്കാം. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ. ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ധരിക്കാൻ പാടുണ്ടോ? മോശമല്ലേ? ഇച്ചിരി നല്ല ഡ്രസ്സ് ഇട്ടൂടെ, അങ്ങനെ പറയുന്ന കുറച്ച് പേരുണ്ട്. നേരെ ചവേ തുണി കൊടുത്ത് നടക്കുവോ, അല്ലെങ്കിൽ പരുന്നുകാരെ പോകും. ഈ പറഞ്ഞ പോലെ ഒരു ബ്രേ മേടിക്കണമെങ്കിൽ ഞാൻ മേടിക്കുന്നത് 1200, 1300, എങ്ങനെ 1500 രൂപയുടെ ഉള്ളിലാവും ഒരു ബ്രേക്ക്. പറഞ്ഞ വിശ്വസിക്കോ? ഇല്ല, വിശ്വസിക്കില്ലേ? എന്റെ മതി നിന്റെ ചായ കുടി. അഹങ്കാരി എന്താ നീയൊക്കെ? നിന്നൊക്കെ എനിക്ക് ആ സാധനം ഞാൻ ഇത്രയും കാശ് കൊടുത്ത് മേടിച്ചിട്ടിട്ട് എനിക്ക് അത് ഇട്ടിട്ട് എക്സ്പ്രസ് ചെയ്ത് എന്താ പ്രശ്നം? ഞാൻ ഇത്രയും പൈസ കൊടുത്ത് മേടിച്ച സാധനം രണ്ടും കൽപ്പിച്ച് അവിടെ ഇറങ്ങിയിരിക്കുക. തറവാട്ടി പറഞ്ഞതിന്റെ യാതൊരു ലക്ഷവും കാണുന്നില്ല. അതിനവള് തറവാട്ടുകാരി ആയിട്ട് വേണ്ട. അപ്പൊ താനല്ലേ പറഞ്ഞത് അവള് തറവാട്ടി പറഞ്ഞാണെന്ന്?